നീ നിന്റെ സമയങ്ങൾ, പാതിരാ സമയങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി നീ നിൽക്കുക. എന്നിട്ട് നീ തേടുക, ഖൈറുസാദിന് വേണ്ടി ഏറ്റവും നല്ല വിഭവങ്ങൾക്ക് വേണ്ടി നീ പരിശ്രമിക്കുക. വലാ തജ്മഉ മിനദ്ദുനിയാ കസീറാ ഫഇന്നൽ മാല യജ്മഉ ലിന്നഫാദി. വെറും ദുനിയാവിന് വേണ്ടി നീ ഓടി നടക്കണ്ട, സമ്പത്തിന്റെ പിന്നാലെ മാത്രം നീ ഓടി നടക്കണ്ട. വലാ തജ്മഉ, നീ ഒരുമിച്ച് കൂട്ടണ്ട, മിനദ്ദുനിയാ കസീറാ, നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ പരമ്പരക്കും തലമുറകൾക്കും തിന്നാനും കുടിക്കാനും സുഖിക്കാനും മാത്രമുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടി നീ നിന്റെ സമയങ്ങൾ മുഴുവനും കളയണ്ട. ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി. ആ സമ്പത്തൊക്കെ സഹോദരന്മാരെ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. അതൊക്കെ നാശത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുക. മനുഷ്യനെ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റിക്കളയും, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവനെ മാറ്റിക്കളയും. അതുകൊണ്ട് അതിനുവേണ്ടി നീ പാടുപെട്ട് പരിശ്രമിക്കണ്ട. നീ ഇബാദത്ത് ചെയ്ത് ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ കൂടെ ദുനിയാവും അല്ലാഹു ആ പരിശ്രമത്തിലൂടെ നമുക്ക് നൽകും എന്നതാണ് ഖുർആനിന്റെ എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. നീ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് അഭിലാഷമുണ്ട്, നിനക്ക് മോഹമുണ്ട്, നീ നീ കൊതിക്കുന്നു. നീ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളോടും മുത്തഖീങ്ങളോടും ഔലിയാക്കന്മാരോടും അരിഫീങ്ങളോടും കൂടി ഒരുമിച്ച് കൂടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ആഗ്രഹം നല്ലത് തന്നെയെങ്കിലും നീ പരിശ്രമിക്കണം. വെറും ആഗ്രഹം കൊണ്ടുപോരാ. ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. അവർക്ക് വിഭവങ്ങളുണ്ട്. ലഹും സാദുൻ, അവർക്ക് ധാരാളം ഒരുക്ക് സാമഗ്രികളുണ്ട്. അവർക്ക് അധ്വാനത്തിന്റെ പരിണിത ഫലമുണ്ട്. വഅൻത ബിഗൈരി സാദിൻ, നിന്റെ അടുക്കൽ ഒന്നുമില്ല. നീ കൈമലർന്നവനായിട്ടാണ് പോകുന്നതെങ്കിൽ ഇദാ അൻത ലം തർഹൽ ബിസാദിൻ മിനത് തുഖാ വലഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദാ. നീ യാത്ര ചെയ്യുന്നത് വിഭവങ്ങളൊന്നുമില്ലാതെ വെറും കൈയോടുകൂടിയാണ് നീ പോകുന്നതെങ്കിൽ മനുഷ്യ, നീ വളരെയധികം ഖേദത്തിലേക്കായിരിക്കും പോവുക എന്ന് ആന്മാരായ ആളുകൾ വളരെ വ്യക്തമായി വളരെ മുന്നറിയിപ്പോടുകൂടി നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ ആലോചിച്ചു നോക്കുക. ആ കബറിടത്തിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഡയറികളൊന്ന് പരിശോധിച്ചു നോക്കണം. നമ്മുടെ ആൽബം, ജീവിതത്തിന്റെ ആൽബങ്ങൾ നാം എടുത്തൊന്ന് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സുഹൃതങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നാം നമ്മുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമോ? നമ്മുടെ ഈ ആഡംബരങ്ങൾ, നമ്മുടെ ഈ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഈ മോടി പിടിപ്പിക്കുന്ന സാധനങ്ങൾ, നമ്മെ അഴക് ഉണ്ടാക്കി തീർക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെയും മാറ്റി ഇത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് കംപ്ലീറ്റ് നിരാകരിക്കണമെന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിം സമൂഹത്തിന്റെ അതിര് കവിച്ച് ഇസ്ലാമികമായ സംസ്കാരത്തിൽ നിന്നും ഇസ്ലാമികമായ മൂല്യത്തിൽ നിന്നുമൊക്കെ വിട്ടുമാറിയിട്ട് ഏതോ നായര് സംസ്കാരങ്ങൾ, ഇതര സമൂഹത്തിന്റെ പാശ്ചാത്യന്റെ ചീഞ്ഞളിഞ്ഞു നാറുന്ന വികൃത മുഖങ്ങൾ വാരിപ്പുണരാനുള്ള നമ്മുടെ ഈ അഭിവാഞ്ച, നമ്മുടെ ഈ തൃഷ്ണ മാറ്റിയിട്ട് ഭൗതിക ലോകത്തും ശേഷം ആത്മീയ ലോകത്തും മനുഷ്യനെ മഹത്വത്തിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ, അതിന്റെ സിദ്ധാന്തങ്ങൾ ജീവിതത്തിൽ നാം പകർത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ആൽബം നാം പരിശോധിച്ചു നോക്കിയതിന് ശേഷം ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചിന്താബോധം നമ്മെ ആഖിറത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. അല്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, നിബിതങ്ങൾ സ്വർഗം ഉറപ്പു നൽകിയ ആ മഹദി അവരുകളെ കുറിച്ച് പറഞ്ഞത് ഫാത്തിമ എന്റെ കരളിന്റെ കണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ധീരനായ വീരനായ ധീരവീര ശൂരപരാക്രമിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു
ആ പുണ്യഭൂമിനി ഭർത്താവാക്കി തെരഞ്ഞെടുത്തുകൊണ്ട് മകളെ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടുപേരും നിക്കാഹ് കഴിഞ്ഞ മധുവിധു ആസ്വദിക്കുന്ന പ്രഥമ രാത്രിയിൽ രണ്ടുപേരും സന്ധിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അനയിച്ചൊരുക്കി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിച്ചു. രണ്ടുപേരും തനിച്ചായി. റൂമിന്റെ കതകുകൾ പൂട്ടി രണ്ടുപേരും തനിച്ചായപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഫല്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടിയ ഒരു അസുലഭ മുഹൂർത്തമാണ് മധുവിധു ആസ്വദിക്കുന്ന പ്രഥമരാത്രി. രണ്ടുപേരും സന്ധിച്ചു, രണ്ടുപേരും ഒരുമിച്ചു, രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനും സ്വാതന്ത്ര്യമുള്ള, എന്തിനും ഇസ്ലാം അംഗീകരിച്ചു കൊടുത്ത ആ കാര്യങ്ങൾക്കുള്ള അവസരമുള്ള ആ രാത്രിയിൽ, ഇരുളുമുറ്റിയ രാത്രിയിൽ രണ്ടുപേരും തനിച്ചായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യമായി ഒരു അപേക്ഷ ആരോടാണ്? ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്. ഖൈബർ കോട്ടയിൽ ചെന്ന് മുറഹിബുമായിട്ട് പെടപെരുതാൻ വേണ്ടി ചെല്ലുമ്പോൾ മുറഹിബ് പറഞ്ഞത്, എടോ അലിയെ, നീ കുട്ടിയാണ് കേട്ടോ, എന്നോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് നിനക്കില്ല. ഈ ഖൈബറിന്റെ ഓരോ മണൽത്തരികൾക്ക് പോലും എന്നെ സംബന്ധിച്ചറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കിയ മുറഹിബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, അലല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈഹി ആബാതിൻ കലീഹിൽ മൻവറ അഖീലുക്കും ബിസ്സാഇ കൈല സന്ദറ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച സമയത്ത് എനിക്ക് പേര് വെച്ചത് വള്ളിപ്പുലി എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മുറഹിബിന്റെ കിബറിനെ അതേ രൂപത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് നേരിട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ധീരമുജാഹിദ് റൂമിലിരിക്കുമ്പോൾ ഭാര്യയുടെ പറച്ചിൽ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, മധുവിധു ആസ്വദിക്കുന്ന രാത്രിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനും, ഞാൻ ആഗ്രഹിക്കുന്ന എന്തിനും നമ്മളുടെ ഇരുകൂട്ടരും സന്നദ്ധരാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ, ഈ സുലഭ മുഹൂർത്തത്തിൽ എനിക്ക് നിങ്ങളോട് ദയനീയമായിട്ട് താഴ്മയോടുകൂടി വിനയാന്വിതയായി ഒരു കാര്യമുണർത്താനുണ്ട്. എന്താണത്? ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ മയ്യത്ത് കുളിപ്പിച്ച് ചരമാവരണം കൊണ്ട് പൊതിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് വെച്ചുകൊണ്ട് 3 പടി മണ്ണും മാറിയിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോന്നാൽ എന്റെ ഖബറിൽ ഞാൻ തനിച്ച, എന്റെ ഖബർ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാൻ, എന്റെ ഖബർ ജീവിതത്തിലുള്ള എന്റെ ആ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് ഭയം തോന്നുന്നു. ആ ഭയത്തിനൊരു പരിഹാരം, ആ ഭയത്തിനൊരു താൽക്കാലിക ശമനം തരാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ സാധിക്കുമോ? എന്റെ ഖബർ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ സന്നദ്ധയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിലും സന്നദ്ധ തന്നെ എങ്കിലും അള്ളാഹുവിനെ പേടിച്ചവരാണല്ലോ രണ്ടു കൂട്ടരും. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ സന്നദ്ധനാണ്. അതല്ല നിങ്ങൾക്കെങ്ങനെ ഉറപ്പ് നൽകാൻ സാധ്യമല്ലെങ്കിൽ വിനീതമായിട്ട് ദയനീയമായിട്ട് എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, ഇന്നത്തെ രാത്രി നമുക്ക് നാളത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇന്ന് നിന്ന് നിസ്കരിക്കാൻ നിങ്ങളെനിക്ക് അനുവാദം തരുമോ? നിങ്ങളെനിക്ക് സമ്മതം തരുമോ? നിങ്ങളും എന്നോടൊപ്പം പങ്കാളിയാകുമോ? എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നിന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ രംഗം വിവരിച്ചുകൊണ്ട് കവി പറയുന്നു, അവർ രണ്ടുപേരും മധുവിധു ആസ്വദിക്കുന്ന പ്രഥമരാത്രിയിൽ തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദാനി ബിതാഅത്തിർ റഹ്മാനി ഹുമാ ഖൈറുൽ ഉഖറാ അലദ്ദുൻ الدنيا وما فيها من العيش اليسير الفاني തറക്ക ഫിറാശഹുമ അവർ രണ്ടുപേരും അവരുടെ വിരിപ്പുകളെ ഉപേക്ഷിച്ചു. വഖാമാൻ അവർ രണ്ടുപേരും നിന്നു ഫിദ്ദുജ ഇരുളുമുറ്റിയ രാത്രിയിൽ കറുകറുത്ത പതിരാവിന്റെ കൂരിരുട്ടിൽ നിശയുടെ നിശബ്ദതയിൽ അവർ രണ്ടുപേരും നിന്ന് നിസ്കരിച്ചു.